ഹലോ ബഡീസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 100x100 എപ്പിസോഡ് 14 ആണ്. 13 എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം 13 ഒരു ഫില്ലർ എപ്പിസോഡാണ്. ഫസ്റ്റ് നടന്ന കാര്യങ്ങളൊക്കെയാണ് 13ൽ പറയുന്നത്. അപ്പോൾ നമ്മൾ 14 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, കാരണം ഫില്ലർ എപ്പിസോഡ് കേൾക്കാൻ ആരും ഇഷ്ടപ്പെടില്ലല്ലോ. ഓൾറെഡി നമ്മൾ പല എപ്പിസോഡ്സിലെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ വൈകിക്കാതെ നേരെ കഥയിലോട്ട് പോവാം. അപ്പോൾ ഈ വോയിസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ ഏതെങ്കിലും അനിമേ വോയിസോ ഏതെങ്കിലും വേറെ വോയിസ് വേണമെന്ന് നിങ്ങൾ പറയണം. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് 100x100 ക്യാരക്ടറും ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കമന്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ആരാന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകിക്കാതെ നേരെ കഥയിലോട്ട് പോകാം. മൂന്നാം ഘട്ടം നടന്ന ടവറിന്റെ മുകളിലാണ് ആദ്യ സീൻ. അവിടെ വിജയിച്ച 24 പേരെയും എക്സാമിനർ അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറയാണ്, വളരെ നന്നായി നിങ്ങൾ കളിച്ചു കുട്ടികളെ, ഇനി വെറും 2 ഘട്ടങ്ങൾ കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹണ്ടേഴ്സ് ആവാം. അപ്പോൾ 100 ലൈസൻസ് കിട്ടിയാൽ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയണ്ടല്ലോ, ഓൾറെഡി എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാമെന്ന് എക്സാമിനർ പറയുകയാണ്. അപ്പോൾ 100 ലൈസൻസ് കിട്ടിയാൽ ലോകം മുഴുവൻ ഫ്രീ ആയി യാത്ര ചെയ്യാം. മ്യൂസിയത്തിൽ ഫ്രീ എൻട്രി, കടയിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ കുറെ പൈസയൊക്കെ ഈ ഹണ്ടേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറെ ഓഫേഴ്സ് ഈ 100 ലൈസൻസ് കിട്ടിയാൽ കിട്ടും. അപ്പോൾ എന്ന് പറഞ്ഞ് നമ്മുടെ എക്സാമിനർ അടുത്ത ഘട്ടം നടക്കുന്ന സിവിൽ ഐലൻഡ് കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് അടുത്ത ഘട്ട എക്സാം നടക്കാൻ പോകുന്നത്. കാണുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള ദ്വീപ് പോലെയൊക്കെയാ തോന്നുന്നേ, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തൊക്കെ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുമെന്ന് നമുക്കറിയില്ല. കാരണം അങ്ങനെ അപകടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ല ഹണ്ടേഴ്സ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സിവിൽ ഐലൻഡ് കാണിക്കുകയാണ്. അപ്പൊ എല്ലാവരും അടുത്ത ഘട്ടത്തിലോട്ടായിട്ട് ആ സിവിൽ ഐലൻഡിലോട്ടായിരിക്കും പോകുന്നത്. പിന്നെ നമ്മുടെ അടുത്ത ഒരു ലോട്ടറി മത്സരമാണ് എക്സാമിനർ നടത്തുന്നത്. ഒരു ബോക്സിൽ നിറയെ കാർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഒരു കാർഡ് എടുക്കണമെന്ന് എക്സാമിനർ പറയാണ്. ആ കാർഡിൽ എഴുതിയിരിക്കുന്ന നമ്പറുള്ള ആളാണ് നിങ്ങളുടെ ടാർഗറ്റ്. അപ്പോൾ ആദ്യം ആ കാർഡിൽ നമ്പർ ഉള്ള പോലൊന്നും കാണിക്കില്ല. എല്ലാവരും എടുത്തു കഴിഞ്ഞ് ആ കാർഡ് ഓപ്പൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് നോക്കുമ്പോഴാണ് ടാർഗറ്റിന്റെ നമ്പർ കാണിക്കുക. അപ്പോൾ ഹിസോക്കി ആണല്ലോ ആദ്യം ഏറ്റവും താഴെ എത്തിയത്, ടവറിന്റെ താഴെ എത്തിയത്. അപ്പോൾ ഹിസോക്കിയാണ് ആദ്യം കാർഡ് എടുക്കുന്നത്, പിന്നാലെ മറ്റുള്ളവരും എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗോണിന്റെ ടീംസ് ഒക്കെ ലാസ്റ്റ് വന്നതുകൊണ്ട് വളരെ വൈകിയാണ് നമ്മുടെ ഗോള് കാർഡ് എടുക്കുന്നത്. ഗോണിന്റെ ടാർഗറ്റ് ആരാണെന്ന് നമുക്ക് വൈകാതെ അറിയും. അങ്ങനെ ഗോളും കാർഡ് എടുത്തതോടുകൂടി എക്സാമിനർ ഒരു നിർദ്ദേശം പറയുകയാണ്. എന്താ നിർദ്ദേശം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ടാർഗറ്റിന്റെ കാർഡ് നിങ്ങൾ കട്ടെടുക്കണം. അപ്പോൾ ഓരോ ടാർഗറ്റിനും ഓരോ കാർഡ് ഉണ്ടാവുമല്ലോ, ആ ടാർഗറ്റിന്റെ കയ്യിലുള്ള ആ കാർഡ് നിങ്ങൾ കട്ടെടുക്കണം, അല്ലെങ്കിൽ ആ ബാഡ്ജ് നിങ്ങൾ കട്ടെടുക്കണം. ആ ടാർഗറ്റിന് നമ്പർ എഴുതിയ ബാഡ്ജ് നിങ്ങൾ കട്ടെടുക്കണം. എങ്ങനെ വേണമെങ്കിലും ചതിക്കാം, കള്ളം പറയാം, അല്ലെങ്കിൽ അയാളെ കൊല്ലുക തന്നെ ചെയ്യാമെന്നും നമ്മുടെ എക്സാമിനർ ക്രൂരമായി പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് 100x ആണ്. അപ്പൊ ടാർഗറ്റിന്റെ കാർഡിന് 3 പോയിന്റ് കിട്ടും. നിങ്ങൾ ആ ടാർഗറ്റിന്റെ നമ്പർ എഴുതിയ കാർഡ് എടുത്താൽ 3 പോയിന്റ് കിട്ടും. അതേപോലെ സ്വന്തം കയ്യിലുള്ള ആ ബാഡ്ജ് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ് കിട്ടും. ഇനി ടാർഗറ്റും നിങ്ങളുടെ കയ്യിലും അല്ലാത്ത ബാക്കിയുള്ളവരുടെ ഓരോ ബാഡ്ജിനും ഓരോ പോയിന്റ് വെച്ചും കിട്ടുമെന്ന് നമ്മുടെ എക്സാമിനർ പറയണം. അപ്പോൾ ഈ ഘട്ടം പാസ്സാവാൻ വേണ്ടി നിങ്ങൾ മൊത്തം 6 പോയിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. എന്നാൽ മാത്രമേ ഈ ഘട്ടം പാസ്സാവുള്ളൂ എന്ന് നമ്മുടെ എക്സാമിനർ പറയുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഗോളിന്റെ കിട്ടിയ നമ്പർ കാണിക്കുക. ഗോളിന്റെ ടാർഗറ്റ് ആരാന്ന് നോക്കിയാൽ 44ാമത്തെ ആളാണ്. ഈ 44ാമത്തെ ആൾ ആരാണെന്ന് പോയ എപ്പിസോഡ്സ് നല്ലപോലെ കണ്ടവർക്കറിയാം 44ാമത്തെ ആൾ ആരാണെന്ന്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും അറിയാണെങ്കിൽ കമന്റിൽ ഒന്ന് ഇടണേ. അങ്ങനെ അടുത്ത സീനിൽ എല്ലാവരും ബോട്ടിൽ കയറി സിവിൽ ഐലാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ നീണ്ട യാത്രയാണത്. അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് നമ്മുടെ ലിയോറിയും കുറാപ്പിക്കും ചെറിയൊരു ഫൈറ്റ് ആവുന്നുണ്ട്. നീയാണ് എൻ്റെ ടാർഗറ്റ് എങ്കിൽ നിന്നെ വെറുതെ വിടില്ലെന്ന് ലിയോറി പറയുമ്പോൾ നമ്മുടെ കുറാപ്പിക്കും തിരിച്ച് നല്ലപോലെ പറയുന്നുണ്ട്, വെറുതെ വിടില്ലെന്ന് പറയുന്നതിന് മുന്നേ നിന്റെ കാര്യം നോക്കടാന്ന് നമ്മുടെ കുറാപ്പിക്ക തിരിച്ചടിക്കുക. പക്ഷെ ഭാഗ്യത്തിന് ഇവരുടെ ടാർഗറ്റ് അവർ 2 പേരും അല്ല. അപ്പൊ വേറെ ആൾക്കാരാണ്. ഇവർ 2 പേർക്കും ഡിഫറെന്റ് ടാർഗറ്റ്സ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ബോട്ടിൽ തന്നെ ഒരു യുദ്ധം കാണാമായിരുന്നു. അതേ ടൈമിൽ തന്നെ നമ്മുടെ ഗോളും കിലോയും തമ്മിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. നീ ഏത് നമ്പർ എടുത്തതെന്ന് നമ്മുടെ കിലോയെ ചോദിക്കുമ്പോൾ ഗോള് പറയാ, ഞാൻ പറയില്ല. അങ്ങനെ 2 പേരും സീക്രറ്റ് പറയാതിരിക്കുകയാണ്. അവരും പരസ്പരം ടാർഗറ്റുകൾ എന്ന് മനസ്സിലാക്കുകയാണ്. ഓ, നീ അല്ലല്ലേ, ഭാഗ്യമെന്ന് 2 പേരും സംസാരിച്ച് സന്തോഷത്തോടെ ആ ബോട്ടിൽ യാത്ര ചെയ്യുക. ഐലൻഡിൽ എത്തിയപ്പോൾ 3ാം ഘട്ടത്തിൽ വിജയിച്ച ക്രമത്തിലാണ് നിങ്ങൾ ഐലൻഡിൽ കയറേണ്ടത്. ഓരോരുത്തർക്കും ഇടയിൽ 2 മിനിറ്റ് ഗ്യാപ്പ്. ഇത് ഫെയർ ആയിരിക്കാൻ വേണ്ടിയാണെന്ന് എക്സാമിനർ പറഞ്ഞു. നമ്മുടെ ഗോളും ഫ്രണ്ട്സും വളരെ ലാസ്റ്റ് ആണല്ലോ ടവറിന്റെ താഴെ എത്തിയത്.
അതുകൊണ്ട് വളരെ ടൈം എടുക്കുന്നുണ്ട് ആ ഐലാൻഡിലോട്ട് പോവാൻ. അപ്പോൾ ഗോണത്തെ ചുറ്റും നോക്കിക്കൊണ്ടേയിരിക്കുക ഈ ഐലാൻഡിന് ചുറ്റും. അവസാനം നമ്മുടെ ഗോണും ആ ഐലാൻഡിൽ എത്തുകയാണ്. അപ്പോൾ ഐലാൻഡിലെത്തി കുറച്ച് ടൈം കഴിഞ്ഞ ഉടൻ നമ്മുടെ ഗോണ് ഒരു ഫൈറ്റ് കാണും. അപ്പോൾ ഒരാൾ മറ്റൊരാളെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്ന ഫൈറ്റാണ് നമ്മുടെ ഗോൾ കാണുന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ പതുങ്ങിയിരുന്ന് ആ ടാർഗറ്റിനെ അമ്പ് ചെയ്യാണ്. അപ്പൊ അതും പോയിസൺ ഉള്ള അമ്പാണ് അയാൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ അമ്പ് തട്ടി ആ ടാർഗറ്റ് മയങ്ങി വീഴുക. അപ്പൊ ടാർഗറ്റ് മയങ്ങി വീണ ഉടൻ അയാളുടെ ബാഡ്ജ് എടുത്ത് പോവുകയാണ് ഈ അമ്പ് ചെയ്ത ആള്. അപ്പൊ ഇതൊക്കെ കണ്ടതോടുകൂടി നമ്മുടെ ഗോണിന് ഫുള്ള് മോട്ടിവേഷൻ ആവുക. അപ്പൊ ഈ മോട്ടിവേഷൻ ആയതോടുകൂടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഗോൺ ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുക. അപ്പോൾ അവൻ അവിടെയുള്ള പക്ഷികളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിക്കേണ്ട, അവൻ ഒരു പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയെങ്കിലും പ്രാക്ടീസ് ചെയ്ത് ആ ടാർഗറ്റിന്റെ സാധനം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പക്ഷികളെ പിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പക്ഷികളെ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ആ ടാർഗറ്റിന്റെ കയ്യിലുള്ള ബാഡ്ജും പെട്ടെന്ന് പിടിക്കാലോ. അപ്പോൾ ഇങ്ങനെ പക്ഷികളെ പിടിക്കാൻ നോക്കുന്ന സമയത്ത് കുറെ ട്രൈ ചെയ്തിട്ടും പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പക്ഷികൾ ചില സമയത്ത് മീൻ പിടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഗോളിന് ഐഡിയ തോന്നുക, അപ്പോൾ ഈ പക്ഷികൾ മീൻ പിടിക്കാൻ വരുന്ന ടൈമിൽ നമ്മൾ ആ പക്ഷികളെ പിടിക്കാമെന്ന് പറഞ്ഞ് ഗോള് മീൻ പിടിക്കാൻ വരുന്ന പക്ഷിയെയും നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ മീൻ പിടിക്കാൻ വരുന്ന പക്ഷിയെയും നമ്മുടെ ഗോള് സിമ്പിൾ ആയിട്ട് പിടിക്കുകയാണ്. കുറെ നേരം കാത്തിരുന്നു, പക്ഷെ ലാസ്റ്റ് ആ പക്ഷിയെയും പിടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഗോളിനെ ഒരാൾ നോക്കുന്നത്. ആരാണതെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ഗോളിനെ നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. 14ാമത്തെ എപ്പിസോഡ് അവസാനിക്കുക. അപ്പൊ ഈ ഒളിഞ്ഞു നോക്കുന്ന ആള് ഗോളിന്റെ ബാഡ്ജ് എടുക്കോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡ്സിൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണെന്ന് കമന്റിൽ ഇടലേ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.